നമസ്കാരം. കുലദേവത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ചൊരിയുക മാത്രമല്ല, ഏതൊരു ആപത് ഘട്ടത്തിലും ആദ്യം ഓടിയെത്തുക കുലദേവത തന്നെയാണ്. നിങ്ങൾക്ക് അത്തരം അപകടകരമായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതുമാണ്. നിങ്ങൾ ഏത് തരം പൂജകൾ ചെയ്താൽ പോലും കുലദേവതയുടെ അനുഗ്രഹമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിലോ ചെയ്യുന്നതായ പ്രാർത്ഥനകളിലൂടെയോ പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നില്ല. അതിനാൽ കുലദേവത പ്രീതി അനിവാര്യമാകുന്നു. കുലദേവത പ്രീതിയുള്ള വ്യക്തികളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ചില ലക്ഷണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ അറിയാം. ഏവരും കുലദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു നിമിഷം കുലദേവതയെ ഏവരും വന്ദിക്കുക. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഏതൊരു കാര്യവും മുൻകൂട്ടി കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏത് കാര്യത്തെയും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവരുടെ ജീവിതത്തിൽ ഉള്ളവരാണ്. അതിനാൽ വിഷമകരമായ സാഹചര്യങ്ങൾ പോലും മുൻകൂട്ടി കാണുവാൻ ഇവർക്ക് സാധിക്കുന്നവരാണ്. ഒരു കാര്യം ഇവർ പറയുകയാണ് എങ്കിൽ അത് സത്യമായി ഭവിക്കും എന്നതാണ് വാസ്തവം. ഇവർ പറയുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ പിന്നീട് നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലരും ഇവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇവരെ തള്ളിക്കളയുകയോ ചെയ്യാം. എന്നാൽ പിന്നീട് ആ കാര്യങ്ങൾ അവർ പറഞ്ഞതുപോലെ തന്നെ സത്യമായി ഭവിക്കും. അതിനാൽ പലപ്പോഴും അത് തിരുത്തുവാൻ സാധിക്കണം എന്നില്ല. പിന്നീട് ആ കാര്യങ്ങൾ തിരുത്തുവാൻ ശ്രമിച്ചാൽ പോലും സമയം വൈകിപ്പോയിട്ടുണ്ടാകും എന്നതാണ് വാസ്തവം. അതിനാൽ ഇവർ പറയുന്നതായ കാര്യങ്ങൾ പലരും പിന്നീട് ചെയ്യുവാൻ നിർബന്ധിതരായിത്തീരും. ബ്രാഹ്മമുഹൂർത്തത്തിൽ തനിയെ ഉണരുന്ന വ്യക്തികളായിരിക്കും ഇവർ. ഇവർ ആരും വിളിക്കാതെ തന്നെ മറ്റൊരു സഹായവുമില്ലാതെ തന്നെ തനിയെ ബ്രാഹ്മമുഹൂർത്തത്തിൽ കണ്ണുകൾ തുറക്കുന്നവരാണ്, അഥവാ ഉണർന്നു വരും എന്നതാണ് വാസ്തവം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു സൂചന തന്നെയാകുന്നു. അത് ജീവിതത്തിൽ തുടർന്നും അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഏത് സാഹചര്യത്തിലും ജീവിക്കുവാൻ ഇവർക്ക് സാധിക്കും. മോശകരമായ സാഹചര്യമാണ് എങ്കിൽ പോലും, അഥവാ ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല, അത്തരം സാഹചര്യങ്ങളല്ല എങ്കിൽ പോലും അവിടെ ജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു. ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടുവാൻ പ്രത്യേകമായ കഴിവ് ഇവരിലേക്ക് കടന്ന് വരുന്നതാണ്. ഇഷ്ടദേവത തന്നെ അതിന് അനുകൂലമായ സാഹചര്യം, അതായത് അത്തരം സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. മൃഗങ്ങൾ പെട്ടെന്ന് ഇണങ്ങും. പലരും വിചാരിച്ചിട്ട് നടക്കാത്തതായ കാര്യമാകാം. എന്നാൽ ഇവർ പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുന്നവരാണ്. മൃഗങ്ങൾ പെട്ടെന്ന് ഇവരോട് ഇണങ്ങും എന്നതാണ് വാസ്തവം. ഇവർ ഏതൊരു ചെടി വയ്ക്കുകയാണ് എങ്കിലും നടുകയാണ് എങ്കിലും അത് പെട്ടെന്ന് പിടിക്കും. അത് ഉണങ്ങിപ്പോകുവാൻ അഥവാ പിടിക്കാതിരിക്കുവാനുള്ള സാധ്യത തുലോം വളരെ കുറവായിരിക്കും. അത് വളരുകയും അത് നന്നായി കായ്ക്കുകയും ചെയ്യും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഇവരെ ആര് തന്നെ ഉപദ്രവിക്കുകയാണ് എങ്കിലും അത് മാനസികപരമായി തളർത്തുകയാണ് എങ്കിലും അവർക്ക് തിരിച്ചടികൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടതായി വരാം. പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികപരമായോ അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത വിധം വളരെയധികം പ്രയാസങ്ങൾ ജീവിതത്തിൽ ആ വ്യക്തികൾക്ക് അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ കടന്നു വരാം. അത്തരം കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. പ്രധാനമായും അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ പോലും ആ വ്യക്തികളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിനാൽ ഇവരെ ഉപദ്രവിക്കുക എന്നത് മറ്റുള്ളവർക്ക് വളരെ ഭയം നൽകുന്നതായ ഒരു കാര്യമായി തന്നെ മാറാം. ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും പലവിധ തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരാം. തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങൾ വന്നാൽ പോലും പെട്ടെന്ന് അതിനെതിരെ ഒരു വഴി കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കും.
അത്തരം വഴികളിലൂടെ ഇവർക്ക് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അത് ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലാണ് എങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. പ്രശ്നങ്ങളെ പെട്ടെന്ന് ഒഴിവാക്കുവാൻ ഇവർ ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കും എന്നുള്ളതാണ്. ഇവർ മറ്റുള്ളവരുടെ കലഹം, ദേഷ്യം പെട്ടെന്ന് ശമിപ്പിക്കുന്ന വ്യക്തികളാകുന്നു. പലപ്പോഴും പലരുടെയും കലഹങ്ങൾ ഇവർ മധ്യസ്ഥരായി തീർക്കുവാൻ ശ്രമിക്കുന്നവരും അതിൽ വിജയം കാണുകയും ചെയ്യുന്നവരാണ്. പലപ്പോഴും മറ്റുള്ളവർ പോലും ഇത്തരം കാര്യങ്ങൾക്കായി ഇവരോട് ആവശ്യപ്പെടാറുണ്ട് എന്നതാണ് വാസ്തവം. പലരുടെയും മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവ് ജീവിതത്തിൽ ഉള്ള വ്യക്തികൾ തന്നെയാകുന്നു. ശത്രുക്കൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് ഇവർ. എന്നാൽ ശത്രുക്കൾ ഇവരെ എത്തരത്തിൽ തകർക്കാൻ നോക്കിയാലും അവർക്ക് മുൻപിൽ തല ഉയർത്തി നിൽക്കുവാൻ പ്രത്യേകമായ കഴിവുള്ള വ്യക്തികൾ തന്നെയായിരിക്കും ഇവർ. ശത്രുക്കൾ വിചാരിച്ചാൽ പോലും ഇവരെ തകർക്കുവാൻ പല അവസരങ്ങളിലും സാധിക്കണം എന്നില്ല. ശത്രുക്കളെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ ഇവർക്ക് പല അവസരങ്ങളിലും സാധിക്കും. കുലദേവത നൽകുന്ന ചില സൂചനകൾ ഇവരെ പല അവസരങ്ങളിലും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ തുടർന്നും സംഭവിക്കാം. കുലദേവതയുടെ അനുഗ്രഹത്താൽ ഈ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുടുംബത്തിൻ്റെ നെടുംതൂണായിരിക്കും ഈ വ്യക്തികൾ. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഉള്ളവർ കൂടിയാണ് ഇവർ. കൂടാതെ കുടുംബത്തെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കുലദേവത പ്രീതിയുള്ള വീടുകളിൽ എപ്പോഴും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. അത് ആ കുടുംബത്തിലെ വ്യക്തികളുടെ മുഖത്തു നിന്ന് പോലും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കും ഏതൊരു വ്യക്തിക്കും എന്നതാണ് വാസ്തവം. പ്രാർത്ഥിക്കുമ്പോൾ രോമാഞ്ചം, നെറ്റിയിൽ ചൂട്, അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും. കൂടാതെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ പോലും വളരെയധികം വിളക്ക് തെളിയിക്കുന്നത് വീടിന് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ പലർക്കും അത് സാധിക്കണം എന്നില്ല. പലപ്പോഴും മുടക്കങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇവർക്ക് 2 നേരവും വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നവരാണ്. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നവർ കൂടിയായിരിക്കും. രോഗദുരിതങ്ങൾ ഇത്തരം വീടുകളിൽ എപ്പോഴും ക്രമേണ കുറവായിരിക്കും എന്നുള്ളതാണ്. ആ വ്യക്തികളിൽ തീർച്ചയായും ഊർജ്ജസ്വലത പ്രകടമാകുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. ഞാൻ ഈ പരാമർശിച്ച ലക്ഷണങ്ങളുണ്ട് എങ്കിൽ അത് കുടുംബദേവതയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. മാസത്തിൽ ഒരിക്കലോ 6 മാസത്തിലൊരിക്കലോ തീർച്ചയായും കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യമാകുന്നു. കുടുംബക്ഷേത്രത്തിൽ എല്ലാ മാസവും കുടുംബാംഗങ്ങളുടെ പേരിൽ അർച്ചന നടത്തുന്നത് ആ വ്യക്തികൾക്ക് ഉയർച്ചയും ഐശ്വര്യവും നൽകും.